ചിത്രവിചിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാൾ, ഏതൊരു കഥാപാത്രത്തെയും അനായാസം അവതരിപ്പിക്കാൻ സർഗശേഷിയുള്ള ഒരു പ്രതിഭ. മലയാള സിനിമാ നടന്മാരിൽ അദ്ദേഹം മുൻനിരയിലാണെങ്കിലും പേരുകൊണ്ട് അദ്ദേഹം ഒടുവിലാണ്. അതെ, ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ചിത്രവിചിത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമാ ലോകവും പ്രേക്ഷക സമൂഹവും വളരെ ഇഷ്ടത്തോടെ ഒടുവിലാൻ എന്ന് വിളിച്ച ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതേ എപ്പോഴും നമുക്ക് വീട്ടിലുള്ള ഒരാളായിട്ടും അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അറിയാവുന്ന ഒരാളായിട്ടും എപ്പോഴും നമുക്ക് തോന്നാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലളിതമായ അഭിനയ ശൈലി കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതിനി വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും അല്ലെങ്കിൽ ഹാസ്യരൂപേണയുള്ള കഥാപാത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ അത് ഭദ്രമായിരുന്നു. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി സഹു? തികച്ചും ഒരു സാധാരണ മലയാളിയുടെ രൂപഭാവമുള്ള ഉണ്ണികൃഷ്ണനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടന്റെ കുപ്പായം അണിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത് സ്വാഭാവിക ലളിത സുന്ദരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പ്രതിഭയാണ്. മണ്ണിൽ ചവിട്ടി ജീവിക്കുന്ന കഥാപാത്രങ്ങളെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച് കാണുമ്പോൾ നമ്മളിൽ ഒരാളായിട്ട് നമുക്കത് തോന്നി. പിന്നെ അഭിനയിക്കുകയാണെന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം പല രംഗങ്ങളെ അവിസ്മരണീയമാക്കി. അടിമുടി നിറഞ്ഞ ഒരു കലാകാരനായിരുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം സംഗീത വാദ്യകലകളിൽ ഒരു പ്രതിഭയായിരുന്നു. സംഗീത സാഹിത്യ മേഖലകളിൽ ഒരുപാട് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമകളിൽ അദ്ദേഹത്തിന് മികച്ച വേഷങ്ങൾ അവതരിപ്പിക്കാനും സാധിച്ചു. ആ പാലസ് റോഡിൽ ടീക്കട നടത്തുന്ന കൃഷ്ണക്കമ്പത്തിന്റെയാണ് ഇവിടുത്തെ ആദ്യത്തെ റേഡിയോകളിൽ ഒന്നാണ്. 1943 തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോന്റെയും പാർക്കുട്ടി അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാർ ഹൈസ്കൂളിലായിരുന്നു. ചെറുപ്പം മുതലേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മൃദംഗവും തബലയും അഭ്യസിച്ചു. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഗുരു. മാധവ, സ്റ്റേഷനിലേക്ക് കണ്ട് കസേര വേണല്ലോ, സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദരേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. മലയാള സിനിമയിലെ എല്ലാ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തെ പാടവം തന്നെയാണ്. നമ്മുടെ സിനിമകളിലെ സംഗീത രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് സംഗീതത്തിൽ എത്രത്തോളം പാണ്ഡിത്യമുണ്ട് എന്നുള്ളത്. അഭിനയ പാടവത്തോടൊപ്പം താളബോധവും കൂടി ചേരുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മികച്ച സൃഷ്ടികളാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് അക്ഷരം പ്രതി ശരിയും. കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവര് നല്ലോരാ. ലളിതമെന്ന് തോന്നുന്ന പല ക്യാരക്ടേഴ്സിനെയും അത് പവർഫുൾ ക്യാരക്ടേഴ്സ് ആക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പല രംഗങ്ങൾക്കും പല മാനങ്ങൾ നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ എക്സ്പ്രഷനാണ്. ശ്രദ്ധിച്ചാൽ മതി, പല വികാരങ്ങളെയും കൃത്യമായിട്ട് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചു ചെറുക്കനായിട്ടുണ്ട്. അതിനെന്താ ഈ പ്രായമാണോ? ഈ സമയം കിടക്കല്ലേ? അദ്ദേഹം അവതരിപ്പിക്കുന്ന ഹാസ്യ കഥാപാത്രങ്ങളാണെങ്കിലും ഹാസ്യരംഗങ്ങളാണെങ്കിലും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്, അല്ലേ? പക്ഷേ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ഒരു ഹാസ്യ താരമായിട്ടോ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന ആളായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തത തന്നെയാണ്. എന്റെ മോള് വിധവയാവല്ലോ എന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ എന്നെ ബോംബെറിഞ്ഞ് കൊന്നേനെ. 1970 മലയാള സിനിമാ ലോകത്തിലേക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കടന്നു വരുന്നത്. പിന്നീടുള്ളൊരു 3.5 പതിറ്റാണ്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മളെ ഒരുപാട് കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹം ചെയ്ത ഹാസ്യ കഥാപാത്രങ്ങളാണ്. അത് തനതായ രീതിയിൽ അവതരിപ്പിക്കാനും നിലവാരം പുലർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലേ? ചെറുപ്രായത്തിൽ തന്നെ തബലയും മൃദംഗവും സംഗീതവും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ കലാലോകത്തിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹത്തിന് ഈസി ആയിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചില നാടക ഗ്രൂപ്പുകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ അദ്ദേഹത്തിന് നാടക ട്രൂപ്പുകളിൽ തബലിസ്റ്റായിട്ടാണ് അവസരം ലഭിച്ചത്. ചെറിയ ട്രൂപ്പുകളിൽ അവസരം ലഭിച്ചു തുടങ്ങി പിന്നീട് മുൻനിര ട്രൂപ്പുകളായ KPSC, കേരള കലാവേദിയിലൊക്കെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വാ, ശരി തന്നെടേ. ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. നാടക ട്രൂപ്പുകളിൽ തബലിസ്റ്റായി തുടങ്ങിയ അദ്ദേഹത്തിന് തന്റെ നടനെ തിരിച്ചറിയാനുള്ള അവസരം ലഭിച്ചതും അവിടെ വെച്ച് തന്നെയാണ്. ഈ നടന്മാരുടെ അഭാവത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ അവസരങ്ങൾ തന്നെയാണ് തന്റെ ഉള്ളിലെ ആ ഒരു നടനെ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചത്.
PN മേനോൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ദർശനമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. പിന്നീട് N. വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ടയായിരുന്നു രണ്ടാമത്തേതും. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ ആനപ്പാപ്പാനും അതുപോലെ തന്നെ ശരപഞ്ചലം എന്ന സിനിമയിലെ സുബേറും ഒക്കെ അദ്ദേഹത്തിന്റെ ആദ്യ കാലങ്ങളിലെ മികച്ച കഥാപാത്രമായിരുന്നു. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പോകാണോ? ആധാരം വേണ്ടേ? അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. അതൊക്കെ എപ്പോഴേ കട്ടുബോധിച്ചു. എത്ര ഗൗരവമുള്ള കഥാപാത്രമാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഹാസ്യം കണ്ടെത്താൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഇത്ര ജനകീയമാക്കിയതും. ഈ കഴിവുകൊണ്ട് തന്നെയാണ് പ്രഗത്ഭരായിട്ടുള്ള സത്യൻ അന്തിക്കാട് പോലുള്ള സംവിധായകരുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മാറിയതും. ഈ സത്യൻ അന്തിക്കാടിന്റെ ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യു ടേക്ക് ഹിം ടു ഷോക്ക് റൂം. പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു നടനായി നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേന്ദ്ര സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ശമ്പളം കൂട്ടിത്തരുന്ന കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുനടക്കാൻ പറ്റുമോ മാഷേ? ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. സ്വന്തമായ ഒരു ശൈലിയും അതുപോലെ ലളിതമായ ഹാസ്യാവതരണവും കൈമുതലാക്കിയ അപൂർവം ചില നടന്മാരിൽ ഒരാൾ. പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കില്ല. 3.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ അദ്ദേഹം 400-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. തോപ്പിൽ ബാസി, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ഹരിഹരൻ എന്നീ പ്രതിഭകളോടൊപ്പം ജോലി ചെയ്യാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതിൽ സത്യൻ അന്തിക്കാട്, രാജസേനൻ, സിബി മലയിൽ എന്നിവരോടൊപ്പമായിരുന്നു കൂടുതൽ സിനിമ അദ്ദേഹം ചെയ്തിരുന്നത്. കോമഡി സിനിമകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോകോത്തര നിലവാരമുള്ള ചിത്രങ്ങൾ എടുത്ത അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച സഹിച്ചോ? നടൻ എന്നതിലുപരി സംഗീത സംവിധായകനായും നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തിളങ്ങിയിട്ടുണ്ട്. 1984 പരശുരാം എക്സ്പ്രസ് എന്ന ആൽബത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകാനും ഒടുവിൽ ഉണ്ണികൃഷ്ണന് സാധിച്ചു. പ്രശസ്ത ഗായകരായ ബ്രഹ്മാനന്ദൻ, കൃഷ്ണചന്ദ്രൻ, ലതിക, ചിത്ര എന്നിവരായിരുന്നു ആ ഗാനങ്ങൾ ആലപിച്ചത്. പിന്നെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയും സംഗീതം സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. ആ ചിത്രത്തിന്റെ പേര് സർവം സഹ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. 1984 ശ്രീപദം എന്ന ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് അദ്ദേഹം സംഗീതം നൽകിയപ്പോൾ ആ ഗാനം ആലപിച്ചത് നമ്മുടെ മലയാളത്തിന്റെ ഭാവഗായകനായ P. ജയചന്ദ്രനായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം സംതൃപ്തിയും അല്ലെങ്കിൽ സ്വയം ആസ്വാദനത്തിനും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം പോയിരുന്ന ഒരു കലാകാരനായിരുന്നില്ല ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. എവിടുന്ന് കിട്ടിയടേ യവനെ? മികച്ച അഭിനയ പ്രകടനത്തിന് 3 തവണയാണ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയത്. 1995 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കഥാപുരുഷനിലൂടെയും 96 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന സിനിമയിലൂടെ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് സ്വന്തമാക്കി. 2002 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കഥാപുരുഷനിലൂടെ മികച്ച നടനുള്ള അവാർഡും അദ്ദേഹം കൈപ്പറ്റി. ടീച്ചർ സത്യം പറ, ഇവൻ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. തന്റെ അവസാന കാലത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന് വൃക്കരോഗ സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവസാനമായി അഭിനയിച്ച ചിത്രം നമ്മുടെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രമായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ സത്യൻ അന്തിക്കാടിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ആ സിനിമയിൽ വന്ന് അഭിനയിച്ചത്. ആ റോൾ ചെയ്യുമ്പോഴും അദ്ദേഹം ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പക്ഷേ ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ നമുക്ക് ഇത്ര പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വൃക്കരോഗ സംബന്ധമായ അസുഖം മൂലം തന്നെ 2006 മെയ് 27 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ആ വലിയ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം അനശ്വരമാക്കിയ ഓരോ കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ കലാകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടുകൂടി ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.